നമസ്കാരം. ഇന്നത്തെ കോക്ടെയിലേക്ക് ഏവർക്കും സ്വാഗതം. കളിച്ച് കളി കാര്യമായി. നമ്മുടെ അഞ്ജു ബോബി ജോർജ് സ്പോർട്സ് കൗൺസിൽ സ്ഥാനം രാജിവെച്ചു. കളിക്കളത്തിൽ കളി അറിയാമെങ്കിലും സ്പോർട്സ് കൗൺസിലിൽ നന്നായി കളിക്കാൻ അഞ്ജുവിന് അറിയാതെ പോയി. അങ്ങനെ പലരുടെയും കള്ളക്കളി ഒരു റഫറിയായി നോക്കിക്കാണാൻ മാത്രമേ അഞ്ജുവിന് കഴിഞ്ഞുള്ളൂ. എന്തായാലും കൂടുതൽ നാറ്റക്കേസ് ആകുന്നതിന് മുൻപ് പൊയ്ക്കളയാമെന്ന് അഞ്ജു തന്നെ തീരുമാനിച്ചു അത്രേ. എൻ്റെ ഒരു പ്രതീക്ഷ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ, സ്പോർട്സ് എന്ന് പറഞ്ഞ പാർട്ടിക്കും നമ്മുടെ മതത്തിനൊക്കെ അതീതമായിട്ട് തന്നെ നിന്ന് പോകും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിലല്ല കാര്യങ്ങളൊക്കെ പോയത്. പക്ഷേ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അധികം താമസിയാതെ തന്നെ എനിക്ക് പല സത്യങ്ങൾ മനസ്സിലായി തുടങ്ങി. കാരണം ഞാനൊരു റവന്യൂ ഉദ്യോഗസ്ഥയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ഒത്തിരി ട്രാവൽ ചെയ്തൊരു വ്യക്തിയാണ്. ഒത്തിരി കോമ്പറ്റീഷൻസിനും ഇൻ്റർനാഷണൽ ലെവലിൽ ഒത്തിരി നമ്മൾ നല്ല ഫെസിലിറ്റീസൊക്കെ അവൈൽ ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നമ്മളുടെ ഇവിടുത്തെ പല ഫയലുകളും കണ്ടപ്പോൾ പല ക്രമക്കേടുകളും അതിനോടൊപ്പം തന്നെ പല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലുള്ള പല മിസ്റ്റേക്കുകളൊക്കെ പെട്ടെന്ന് മനസ്സിലായി. പുതിയ സർക്കാർ വന്നതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ചാണ്ടി സാറിനെയും തിരുവഞ്ചൂർ സാറിനെയും ഒക്കെ വിശ്വസിച്ചാണ് അഞ്ജു ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇപ്പോൾ ജയരാജൻ മന്ത്രി വന്നതോടെ സ്പോർട്സിലെ കളികളൊക്കെ ഫൗളായി തുടങ്ങി പോലും. ചാണ്ടി സാർ ആയിരുന്നു മുഖ്യമന്ത്രി എങ്കിലെന്ന് ആശിച്ചു പോകും. ആക്ച്വലി ഞാൻ കരയൊന്നും പറഞ്ഞ് കൊടുക്കാനാണോ ഈ അഴിമതി, സ്വജനപക്ഷപാതം, പിന്നെ എന്താ പറയുക, ഹരാസ്മെൻറ്റ്, സ്പോർട്സുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അണ്ടറിൽ വരും. അതിനെ അന്വേഷിക്കാനുള്ള ഒരു വലിയൊരു സമിതിയാണ് എത്തിക്സ് കമ്മീഷൻ. അപ്പോൾ ഈ ഒരു സംഗതിയാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അഭിപ്രായത്തിൽ സ്പോർട്സിനെ എല്ലാവർക്കും കൊല്ലാൻ പറ്റും, പക്ഷേ സ്പോർട്സുകാരെ തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ GV രാജ, ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ മെമ്പർ, ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് പോയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ഈ ചെറിയ വിഷമങ്ങളൊന്നും വലിയ വിഷമങ്ങളായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പം ഇതുപോലൊരു ആരോപണം കേട്ടിട്ട് ഈ സ്ഥാനത്ത് ഇരിക്കുന്നത് അത്ര ഉചിതമായിട്ട് എനിക്കും എൻ്റെ ബോർഡ് മെമ്പേഴ്സിനും തോന്നിയിട്ടില്ല. അപ്പോൾ സ്പോർട്സ് കൗൺസിലിലെ മികച്ച കളിക്കാരെ തിരിച്ചറിയാൻ പറ്റാത്ത അഞ്ജുവിന് എങ്ങനെയാണ് ഭാവിയുടെ താരങ്ങളെ തിരിച്ചറിയാനാവുക? എന്തായാലും ഇനി ഇടവേളയാണ്. ബാക്കി കാഴ്ചകൾ ഇടവേളയ്ക്ക് ശേഷം. ഇനി സിംഗം രാജിൻ്റെ സാരോപദേശ കളരിയാണ്. എക്സൈസ് കമ്മീഷണറായ ഋഷിരാജ് സിംഗ് സ്കൂളുകളിലാണ് പുതിയ അംഗം കുറിച്ചിരിക്കുന്നത്. സിംഗിൻ്റെ ലഹരി വിരുദ്ധ ക്ലാസ് കേൾക്കാം. ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് യാതൊരു വശാലും ലഹരി മരുന്നോ ഇല്ലെങ്കിൽ സിഗരറ്റോ ബീഡിൻ്റെ വലിക്കാനോ പാടില്ല എന്നതാണ്. അപ്പോൾ സിഗരറ്റ് ബീഡി വലിൻ്റെ കാര്യം ഇതാണെങ്കിൽ ലഹരി മരുന്നിൻ്റെ ഉപയോഗം എത്രത്തോളം ആയിരിക്കും അത് എന്നോട് ചോദിച്ചാൽ വേറെ ഒരു കണക്ക്. ഒരു 30 മുതൽ 35% കുട്ടികൾ ഒരു പ്രാവശ്യമെങ്കിലും, സ്ഥിരമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പ്രാവശ്യമെങ്കിലും ഒരു ത്രില്ലിന് വേണ്ടി എന്താണ് സാധനം നമ്മൾ ഒന്ന് നോക്കിക്കോട്ടെ അങ്ങനെ എടുക്കാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അതായത് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം, എത്ര സമയം നമ്മൾ ഇതിന് മേളിൽ കളയുന്നു നോക്കേണ്ടതാണ്. ബാക്കി നമുക്ക് സമയമുണ്ടാവുമോ? സമയം കിട്ടാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അന്വേഷണം തന്നെ ലഹരിയായി എടുത്തിരിക്കുന്ന സിംഗത്തിന് ലഹരിക്കാരെ എളുപ്പം പിടികൂടാൻ കഴിയട്ടെ. ഇനി തലശ്ശേരി നാടകത്തെക്കുറിച്ച് കോടിയേരി. നാടകത്തിന് പ്രസിദ്ധമായ KPACയേക്കാൾ മികച്ച നാടകം ഒരുക്കാനുള്ള കഴിവ് ഇപ്പോൾ KPCCക്കാണെന്ന് പറയുന്നു കോടിയേരി. പോലീസ് അവരെ കോടതിയിൽ ഹാജരാക്കി. കോടതി ജാമ്യം കൊടുക്കുന്ന ഒരു കേസായിരുന്നു. ജാമ്യക്കാർ ഉണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചിട്ട് ജാമ്യക്കാരും ഹാജരായില്ല. അതിവരെ ജയിലിൽ അയക്കണമെന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി ആസൂത്രിതമായി ചെയ്തതാണ്. AK ആൻ്റണി KPC യോഗത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കോൺഗ്രസ്സുകാരും ജയിലിലേക്ക് പോകാൻ തയ്യാറാവും. അപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പോൾ കോൺഗ്രസ്സുകാർ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ജയിലിലേക്ക് പോകേണ്ടത്. അതിനുള്ള വിദ്യ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ്. യോഗാ ദിനത്തെ ഒരു തമാശ ദിനമായി പ്രഖ്യാപിക്കണമെന്ന് അത് TV-യിലൂടെ കണ്ടു നിൽക്കുന്ന ആർക്കും തോന്നിപ്പോകും. പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പർമാർ വരെ
കാണിക്കുന്ന കസർത്ത് കാണുമ്പോൾ അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ദാ മോദിജിയുടെ മലക്കം മറിച്ചത് കണ്ടോളൂ.